ഒരു ഉയർന്ന ഭക്തന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ആലോചിക്കും, ഞാൻ ഇന്നലെ എങ്ങനെയായിരുന്നു, ഇന്നിനി എങ്ങനെയാണ്, നാളെ എങ്ങനെയായിരിക്കണം, ഓരോ ദിവസവും ആലോചിക്കും. അതിൽ നിന്നും പുരോഗമിച്ച ഭക്തൻ ഓരോ നിമിഷവും ആലോചിച്ചുകൊണ്ടിരിക്കും. പുരോഗമനം കുറഞ്ഞ വ്യക്തി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചിന്തിക്കണം, മാസത്തിൽ ഒരിക്കലെങ്കിലും ചിന്തിക്കണം, അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചിന്തിക്കണം, ഞാൻ ഇതുവരെ എങ്ങനെയായിരുന്നു, ഇനിയെങ്കിലും ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണ്ടേ, ഇവിടെ തന്നെ നിന്നാൽ മതിയോ, ഇനിയും കുറച്ചും കൂടെ മുന്നോട്ട് പോകണ്ടേ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഇതിനു വേണ്ടിയാണ് ഗുരു ആചാര്യന്മാരൊക്കെ നമുക്ക് ഇതിലൂടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. അത് സ്വാമിജിക്ക് അങ്ങനെയൊക്കെ പറയാം. സ്വാമിജി നമുക്ക് കുടുംബം അത് ഇതൊക്കെ ഉണ്ട് സ്വാമിജി, ഇതാണ് സ്വാമിജി, അതാണ് സ്വാമിജി. ഓക്കെ, അവിടെ തന്നെ ഇരുന്നു. കാരണം ഇതിന് വരുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നോ അത് ഇപ്പോ എങ്ങനെ എത്തി, പറഞ്ഞത് കേട്ടതുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടം വരെ എത്തിയത്. ഇനി പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ മുന്നോട്ട് പോവാം. കാരണം നമുക്ക് കണ്ണ് കാണത്തില്ല, അടുത്ത പടി എങ്ങോട്ട് തിരിഞ്ഞിട്ട് എങ്ങോട്ടാണ് വെക്കേണ്ടത് നമുക്ക് അറിയത്തില്ല. ഓം അജ്ഞാന തിമിരന്തസ്യ ജ്ഞാനാഞ്ജന ശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ. അന്നേരം ലെഫ്റ്റിലോട്ട് തിരിയൂ. ഓക്കെ, തിരിഞ്ഞു. ഇനി ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കൂ. സ്വാമിജി കാല് വയ്യ, മുകളിലോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ എങ്ങനെയാണ് നടക്കുന്നത്? ഓരോരോ ചൂടുകൾ വെക്കാൻ എങ്ങനെയാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്?